ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. രാവിലെ എണീറ്റ ഉടനെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ടൊരു 1 കപ്പ് അളവിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് ഗോതമ്പ് പൊടിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 കപ്പ് പൊടിക്ക് 1 കോഴിമുട്ട മതിയാവും. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മധുരവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ അടിച്ചെടുത്താൽ പൊടിയും കാര്യങ്ങളൊക്കെ കട്ട കെട്ടി നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടാത്ത പരുവത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇതാണ് നമ്മളുടെ മാവിൻ്റെ കറക്റ്റ് പരുവം. ഒത്തിരി അങ്ങ് ടൈറ്റ് ആവാതെ കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നമുക്ക് മാവങ്ങ് റെഡിയാക്കി എടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഒരല്പം കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മറ്റൊന്നും ചേർക്കാനില്ല. നമുക്ക് നമ്മളുടെ അപ്പം അങ്ങ് റെഡിയാക്കി എടുക്കാം. പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ടൊന്ന് ഓയിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് ചെറിയ തവി ആയതുകൊണ്ട് ഞാൻ 2 തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച ശേഷം നമ്മൾ തവി വെച്ചിട്ട് പരത്തണ്ട, ഇതുപോലെ അങ്ങ് ചരിച്ചു കൊടുത്താൽ മതി. ബബിൾസും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. പുറം ഭാഗം ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മറിച്ചിടുമ്പോൾ ആ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനാണ്. ഇനി ഇതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തിടാൻ മറക്കല്ലേ. 2 സൈഡും ഒരേപോലെ കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പാടൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്കിതങ്ങ് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് അപ്പവും അങ്ങ് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും നല്ല മോയ്സ്റ്റും ആയിട്ടുള്ളൊരു അപ്പമാണ്. കയ്യിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് ആ ഒരു ചെറു ചൂടിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി പോലും ഇല്ലാതെ ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ചായക്കൊപ്പം വെറുതെ നമുക്കിത് കഴിക്കാം. ഇഡലി ദോശ മാവൊന്നും ഇല്ലെങ്കിലും പുട്ടൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മടിയൊക്കെ വരുമ്പോഴും പെട്ടെന്ന് അങ്ങ് കലക്കിയെടുത്ത് ഒഴിച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.